أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا وعلى سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു: സമസ്ത മനുഷ്യർക്കും സന്മാർഗദായകവും സന്മാർഗത്തിൻ്റെയും സത്യാസത്യ വിവേചനത്തിൻ്റെയും സ്പഷ്ടമായ തെളിവുകൾ ഉൾക്കൊള്ളുന്നതുമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഈ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ അയാൾ അതിൽ വ്രതമനുഷ്ഠിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്യുന്ന പക്ഷം ആ എണ്ണം മറ്റ് ദിവസങ്ങളിൽ പൂർത്തിയാക്കേണ്ടതാണ്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. ഇതാകട്ടെ, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുന്നതിനും അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുന്നതിനും നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നതിനും വേണ്ടിയാകുന്നു. ഈ ആയത്തിൽ അള്ളാഹു റമദാൻ മാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നു. ഈ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അത് മനുഷ്യന് ഒരു മഹത്തായ സന്മാർഗമാകുന്നു. അള്ളാഹു ഈ ഗ്രന്ഥത്തിൽ എല്ലാ കാര്യങ്ങളും വലയം ചെയ്തുകൊണ്ടും എല്ലാ സന്മാർഗവും നൽകിക്കൊണ്ടും മനുഷ്യനെ അള്ളാഹുവിലേക്ക് മുന്നേറാനുള്ള എല്ലാ വഴികളും കാണിച്ചു തരികയും ശൈത്താന്റെ സകല വഴികളെ സംബന്ധിച്ചും ജാഗ്രതപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിലേക്കും മാർഗദർശനം നൽകി നിരീശ്വരത്വത്തെ നേരിടാനും ബഹുദൈവാരാധനയെ സംബന്ധിച്ച് ജാഗ്രത പുലർത്താനും അതിൽ നിന്ന് രക്ഷ നേടാനുമുള്ള മാർഗങ്ങളെപ്പറ്റി പാഠങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഇപ്പോൾ ഉള്ളതും കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നതും ഭാവിയിൽ ഉണ്ടാകാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവുമായുള്ള ബന്ധം അഭിവൃദ്ധിപ്പെടുത്താനും സന്മാർഗത്തിൽ നിലകൊള്ളാനുമുള്ള സകല വഴികളും ഈ അവസാനത്തെ സമ്പൂർണവും തികവുറ്റതുമായ ന്യായപ്രമാണത്തിൽ വിവരിച്ചിരിക്കുന്നു.
ആയതിനാൽ ഈ മഹത് ഗ്രന്ഥത്തെ തൻ്റെ പ്രവർത്തന രൂപരേഖയാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും തൻ്റെ ഇഹ പര ലോകങ്ങൾ നന്നാക്കുകയും ചെയ്തവൻ സൗഭാഗ്യവാൻ. സത്യത്തെ മുറുകെ പിടിക്കുകയും സത്യത്തിൽ നിലകൊള്ളുകയും ചെയ്യുവിൻ. പിന്നെ അള്ളാഹുവിന് തൻ്റെ ദാസന്മാരോടുള്ള സ്നേഹ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുവിൻ. ചുരുക്കത്തിൽ റമദാൻ മാസത്തിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ അള്ളാഹു ഈ മാസത്തിൽ സമ്പൂർണ്ണ ശരീഅത്ത് നമുക്ക് ഇറക്കിത്തന്നു എന്നുള്ളതാണ്. ഈ ഗ്രന്ഥത്തിൽ നോമ്പ് നിർബന്ധമാക്കുകയും ഇബാദത്തുകളുടെ രീതികൾ പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഈ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെന്നും വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതെന്നും മാത്രമാണ് റമദാന്റെ പ്രാധാന്യമെന്ന് മനസ്സിലാക്കിയാൽ പോരാ. മറിച്ച് നമ്മൾ പ്രസ്തുത സമ്പൂർണ്ണ മാർഗദർശനത്തെപ്പറ്റി തിരിച്ചറിവ് കരസ്ഥമാക്കുകയും പിന്നെ അതിനെ ജീവിതത്തിൻ്റെ രൂപരേഖയാക്കുകയും വേണം. നമ്മൾ അഹ്മദികൾ സൗഭാഗ്യവാന്മാരാകുന്നു. കാരണം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യദാസനായ വാഗ്ദത്ത മഹദി മസീഹ് അതിനെക്കുറിച്ചുള്ള അവബോധം നൽകിയിരിക്കുന്നു. ആയതിനാൽ അതിനുവേണ്ടി നമ്മൾ ആ മഹാത്മാവിൻ്റെ ഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ആ മഹത്തായ ദൈവവാണികളെയും സന്മാർഗത്തെയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നാളെ മസീഹ് മൗഊദ് ദിനവുമാണ്. അതിൽ നമ്മൾ കൃത്യമായ യോഗങ്ങളും മറ്റും നടത്തുകയും ചെയ്യുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനവും ദൈവിക വാഗ്ദാനവും അനുസരിച്ചുള്ള മഹ്ദി മസീഹിന്റെ ആഗമനത്തെപ്പറ്റി വിവരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പരിധിവരെ മാത്രം ഈമാൻ വർദ്ധിച്ചാൽ പോരാ. മറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നമുക്ക് വിശുദ്ധ ഖുർആൻ സംബന്ധമായി ഖജനാവ് നൽകിയിരിക്കുന്നു. അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യേണ്ടതും അനിവാര്യമാകുന്നു. അതുകൂടാതെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നതല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നമുക്ക് നൽകിയ തിരിച്ചറിവ് എന്തെന്നാൽ അള്ളാഹു തൻ്റെ റഹ്മാനിയത്ത് അഥവാ പരമകാരുണികൻ എന്ന സവിശേഷ ഗുണത്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിശുദ്ധ ഖുർആനാകുന്ന മഹത് ഗ്രന്ഥം ഇറക്കിക്കൊണ്ട് നമുക്ക് മേൽ വലിയ ഔദാര്യം ചെയ്തിരിക്കുന്നു. ഇനി അതിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കി അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാകുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിലേക്ക് നമ്മുടെ സവിശേഷ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. റമദാനിൽ നോമ്പെടുക്കുകയും ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും കുറച്ച് നഫലുകൾ അനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം റമദാന്റെ കടമ നിറവേറ്റപ്പെടുന്നില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ കൽപ്പനകളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും അനിവാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തിൻ്റെ അഥവാ പരമകാരുണികൻ എന്ന പ്രഭാവം മുഖേന റഹീമിയത്തിൻ്റെ അഥവാ സ്വാഭാവികമായും കൂടെ കൂടെ കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന പ്രഭാവത്തിൻ്റെയും അനുഗ്രഹം കരസ്ഥമാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഖുർആനിക ജ്ഞാനം കരസ്ഥമാക്കാനും അതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനമെടുത്ത് അനുഗ്രഹം തേടാനുള്ള വഴികൾ കണ്ടെത്താനുമുള്ള നിരവധി പാഠങ്ങളും ലിഖിതങ്ങളും നമുക്ക് വേണ്ടി തന്നുപോയിട്ടുണ്ട്. അത് പാരായണം ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിയായ നിലയിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി മാറുകയുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസ്തുത ഉദ്ധരണികളിൽ നിന്ന് ഏതാനും ചിലത് ഞാൻ ഈ സമയത്ത് കേൾപ്പിക്കുന്നതുമാണ്. എന്നാൽ അതിനു മുമ്പ് വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാനുണ്ട്. ഇത് വളരെ അനിവാര്യമായ കാര്യമാകുന്നു. ഇത് റമദാനിൽ ഓരോരുത്തരും നിർബന്ധമായും ചെയ്തിരിക്കണം. ചുരുങ്ങിയത് ഒരു ജുസ് ദിവസവും പാരായണം ചെയ്യണം.
അങ്ങനെ റമദാനിൽ വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും ഓതി പൂർത്തിയാക്കേണ്ടതാണ്. ഹസ്രത്ത് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റമദാനിൽ അതുവരെ ഇറങ്ങിയ അത്രയും വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പൂർത്തീകരിച്ച് ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു. അവസാന വർഷം മുഴുവൻ ഖുർആനും 2 തവണ പൂർണ്ണമായും ഓതി പൂർത്തിയാക്കിയിരുന്നു. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ പ്രാധാന്യം എല്ലാവരുടെയും മുന്നിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീമദ് അലി സ്വലാത്തു വസ്സലാം മേൽ ആയത്തിനെ സംബന്ധിച്ച് പറയുന്നു, ഈ വാചകത്തിൽ നിന്നു തന്നെ റമദാന്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ പരിശുദ്ധ മാസത്തിലാണ് ഈ മഹത് ഗ്രന്ഥം ഇറങ്ങിയത്. പറയുന്നു, സൂഫിയാക്കൾ എഴുതിയിരിക്കുന്നത് ഈ മാസം മനസ്സിനെ പ്രകാശിതമാക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസമാണെന്നാണ്. മനസ്സിനെ പ്രകാശപൂരിതമാക്കാൻ, അള്ളാഹുവിന്റെ താമിപ്യം കരസ്ഥമാക്കാൻ ഒരു ഉത്തമ മാസമാകുന്നു ഇത്. ഇതിൽ വളരെയധികം കശ്ഫുകൾ, ജാഗ്രതാ ദർശനങ്ങൾ ഉണ്ടാകുന്നതാണ്. നമസ്കാരം മനസ്സിനെ പരിശുദ്ധീകരിക്കുന്നു. നോമ്പ് മനസ്സിനെ തേജോമയമാക്കുന്നു. മാനസിക പരിശുദ്ധി എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ദുഷ്പ്രവണമായ തൃഷ്ണകളിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ്. മനസ്സിനുള്ളിലുണ്ടാകുന്ന അനാവശ്യ ചിന്തകളിൽ നിന്ന്, പാപങ്ങളുടെ വിചാരങ്ങളിൽ നിന്ന് അതിനെ അകറ്റുക. ഹൃദയത്തെ തേജോമയമാക്കുന്നത് കൊണ്ടുള്ള വിവക്ഷ കശ്ഫിന്റെ വാതായനങ്ങൾ അതിന് തുറന്നു കിട്ടുകയും അള്ളാഹുവിനെ കാണുകയും ചെയ്യുക എന്നതാണ്. അത് മുഖേന ദൈവസാമീപ്യം കരസ്ഥമാകുന്നു. പറയുന്നു, ചുരുക്കത്തിൽ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നത് സൂചിപ്പിക്കുന്നതും ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടയില്ല എന്നാണ്. അതായത് വിശുദ്ധ ഖുർആനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന്റെ അനുഗ്രഹം മുഖേന ഇബാദത്തുകളോടൊപ്പം ഈ സ്ഥാനവും കരഗതമാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും മനസ്സിലാക്കാനും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഞാൻ ഖുർആൻ എന്ന പദത്തെ പറ്റി ചിന്തിച്ചു. അപ്പോൾ ഈ പരിശുദ്ധ പദത്തിൽ ഒരു ശക്തമായ പ്രവചനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തെന്നാൽ ഈ ഖുർആൻ മാത്രമാണ്, അതായത് പാരായണ യോഗ്യമായ ഗ്രന്ഥം ഇത് മാത്രമാകുന്നു. ഒരു കാലഘട്ടത്തിൽ കുറെ കൂടി പാരായണ യോഗ്യമായ ഗ്രന്ഥമായി ഇത് മാറുന്നതാണ്. അന്ന് വേറെയും ഗ്രന്ഥങ്ങൾ വായനയുടെ കാര്യത്തിൽ ഇതിനോടൊപ്പം ഉണ്ടായിരിക്കാം. ആ സമയത്ത് ഇസ്ലാമിന്റെ അന്തസ്സ് കാക്കുന്നതിനും കളവിനെ ഉന്മൂലനം ചെയ്യുന്നതിനും ഈ ഒരു ഗ്രന്ഥം മാത്രമേ പാരായണ യോഗ്യമായിട്ടുണ്ടാവുകയുള്ളൂ. മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം ഒഴിവാക്കാൻ മാത്രം പോന്നവയായിരിക്കും. പറയുന്നു, ഫുർഖാൻ എന്നതിന്റെ അർത്ഥവും ഇതുതന്നെയാണ്. അതായത് ഈ ഗ്രന്ഥം സത്യാസത്യ വിവേചനം കാണിക്കുന്ന ഗ്രന്ഥമായിരിക്കും. ഏതെങ്കിലും ഹദീസോ മറ്റേതെങ്കിലും ഗ്രന്ഥമോ ഈ സ്ഥാനത്തിനും ഉന്നതിക്കും അനുയോജ്യമായവ ആയിട്ട് ഉണ്ടാകുന്നതല്ല. തുടർന്ന് പറയുന്നു, ഇനി എല്ലാ ഗ്രന്ഥങ്ങളും ഒഴിവാക്കുക. രാപ്പകൽ അല്ലാഹുവിന്റെ ഗ്രന്ഥം മാത്രം പാരായണം ചെയ്യുക. വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധിക്കാതെ മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് രാപ്പകൽ ചാഞ്ഞുകൊണ്ടിരിക്കുന്നവൻ തീരെ ഈമാനില്ലാത്തവനാകുന്നു. നമ്മുടെ ജമാഅത്ത് വിശുദ്ധ ഖുർആന്റെ കാര്യങ്ങളിലും പഠനങ്ങളിലും ഹൃദയാത്മന മുഴുകേണ്ടതാണ്. ഹദീസിന്റെ കാര്യങ്ങളിലുള്ള താല്പര്യം ഒഴിവാക്കുക. ഹദീസിന്റെ കാര്യത്തിലുള്ളതുപോലെ വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധയും പഠനവും ഇല്ല എന്നത് ഏറെ ഖേദകരമായ സംഗതിയാകുന്നു. ഈ സമയത്ത് വിശുദ്ധ ഖുർആനാകുന്ന ആയുധം കയ്യിലെടുക്കുവിൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട്. ഈ പ്രകാശത്തിനു മുന്നിൽ ഒരു അന്ധകാരവും നിലനിൽക്കുന്നതല്ല. ഞാൻ പറയുന്നു, ഒരർത്ഥത്തിൽ ഈ ഒരു ആയുധം ഇന്നും കാര്യക്ഷമമാകുന്നു, എപ്പോഴും കാര്യക്ഷമമായിരിക്കുകയും ചെയ്യും. ആദ്യകാലത്ത് ഈ ഒരു ആയുധം തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബാക്കളുടെയും കൈകളിൽ ഉണ്ടായിരുന്നത്. ഈ ഗ്രന്ഥത്തെ സ്വീകരിക്കുന്നതിനും ഈ ഗ്രന്ഥത്തെ തങ്ങളുടെ വിശ്വാസ മാനദണ്ഡമാക്കുന്നതിനും അല്പം പോലും അമാന്തിക്കുകയോ അസ്വസ്ഥരാകുകയോ ചെയ്യാതിരുന്ന ആ സമൂഹം അനുഗ്രഹീതരാകുന്നു. 1000 അനുഗ്രഹങ്ങൾക്ക് അവകാശികളുമാകുന്നു. വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് ഗമിച്ചുകൊണ്ട് അവർ ഈ ഫുർഖാനും പ്രകാശത്തിനും ലബ്ബൈക്ക് പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് തക്ക സമയത്താണ് എന്നതിനെ വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതരായ കാലഘട്ടത്തിന്റെ
അവസ്ഥകൾ ഒരു മഹാനായ വലിയ യോഗ്യനായ ദൈവിക പരിഷ്കർത്താവിന്റെ ആവശ്യമുള്ള കാലഘട്ടമായിരുന്നു. അതായത് ആ കാലഘട്ടം വളരെ മഹാനായ വളരെ യോഗ്യനായ ഒരു ദൈവിക പരിഷ്കർത്താവിനെ, ദൈവിക മാർഗദർശകനെ ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. നൽകപ്പെട്ട അധ്യാപനങ്ങളും യഥാർത്ഥത്തിൽ സത്യപൂർണവും വളരെയേറെ അനിവാര്യമായതുമായിരുന്നു. അത് കാലത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും പരിപൂർത്തീകരിക്കാൻ പരിപക്വവുമായിരുന്നു. പിന്നെ ഈ അധ്യാപനങ്ങളുടെ പ്രഭാവവും ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സത്യത്തിലേക്കും നന്മയിലേക്കും ആകർഷിക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് കോറിയിടപ്പെട്ടു. അത് നുബുവത്തിന്റെ അടിസ്ഥാനമായിരുന്നു. അതായത് മോക്ഷത്തിന്റെ തത്വങ്ങളെ ഏറ്റവും പരിപക്വമായ രീതിയിലേക്ക് എത്തിച്ചു. അത് മറ്റൊരു നബിയുടെ കൈയാലും ഒരു കാലഘട്ടത്തിലും പരിപൂർണതയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ ഈ അവസാന ശരീഅത്ത് വന്ന കാലഘട്ടത്തിന്റെ അവസ്ഥകൾ വാസ്തവത്തിൽ അതിനെ തേടുകയായിരുന്നു. പിന്നെ അത് ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ പരിശുദ്ധീകരിക്കുകയും ഇന്ന് വരെ അത് തുടർന്നു പോരുകയും ചെയ്യുന്നു. ആയതിനാൽ അനുഗ്രഹം ലഭിക്കണമെന്നുള്ളവർ ഇതിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ ശ്രമിച്ചുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ അറിവിലും കർമ്മത്തിലും പരമോന്നതിയിലേക്ക് എത്തിക്കുന്നു. ഇത് വർത്തമാനങ്ങൾ മാത്രമല്ല, മറിച്ച് മുസ്ലിങ്ങൾ, അതായത് ശരിയായ മുസ്ലിങ്ങളുടെ കർമ്മങ്ങൾ അതിന് സാക്ഷ്യം നൽകുന്നു. ഇത് സംബന്ധമായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഓർക്കുക, കേവലം ബുദ്ധിയെ മാത്രം അംഗീകരിക്കുന്നവർ ജ്ഞാനത്തിലും ദിവ്യബോധത്തിലും ദൃഢജ്ഞാനത്തിലും ന്യൂനതയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ കർമ്മത്തിലും ഊറിലും സ്ഥൈര്യത്തിലും ന്യൂനതയും കുറവും ഉള്ളവരായിരിക്കും. അത്തരം ആളുകളുടെ സംഘം ഒരു മാതൃകയും സ്ഥാപിച്ചിട്ടില്ല. അതായത് അവരും പരിശുദ്ധരായ ആളുകളെപ്പോലെ അള്ളാഹുവിനോട് കൂറുള്ളവരും സ്വീകാര്യയോഗ്യമായ ആളുകളെന്നതിനും ഒരു തെളിവും തന്നിട്ടില്ല. ലോകത്ത് അവരുടെ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും പ്രാർത്ഥനകളും ശ്രദ്ധയും സഹവാസത്തിന്റെയും അനുഗ്രഹങ്ങൾ മുഖേന നൂറുകണക്കിന് ആളുകൾ പരിശുദ്ധരായി ചരിക്കുന്നവരും ദൈവോന്മുഖരായി ലോകത്തെയും അതിന്റെ കാര്യങ്ങളെയും പരിഗണിക്കാതെ അവനിലേക്ക് കുനിയുന്നവരും ആയിത്തീർന്നു എന്നതിനും തെളിവില്ല. മാത്രമല്ല, ഈ ലോകത്തിലെ ആനന്ദങ്ങളെയും സുഖങ്ങളെയും സന്തോഷങ്ങളെയും പ്രസിദ്ധിയെയും അഭിമാനത്തെയും സമ്പത്തിനെയും നാടിനെയും പരിപൂർണമായും അവഗണിച്ചുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിൽ പദമൂന്നിയതായും തെളിവില്ല. അങ്ങനെ പദമൂന്നിയ അവരിലെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലേക്ക് ത്യാഗ മനോഭാവമുണ്ടായതായും തെളിവില്ല. അല്ലെങ്കിൽ ദീനിനു വേണ്ടി, അള്ളാഹുവിനു വേണ്ടി ഊറിന്റെ ആവേശമുണ്ടാക്കി ത്യാഗോ മനോഭാവം ഉണ്ടാക്കിയതിനും തെളിവില്ല. പറയുന്നു, ജീവൻ ത്യജിക്കുകയും ആയിരക്കണക്കിന് ആളുകളുടെ ഗളച്ഛേദം വരുത്തുകയും ലക്ഷക്കണക്കിന് പരിശുദ്ധവാന്മാരുടെ രക്തം കൊണ്ട് ഭൂമി കുതിരുകയും പിന്നെ ഈ എല്ലാ പ്രയാസത്തിലും അവർ സത്യസന്ധത കാണിക്കുകയും ചെയ്തു. അതായത് യഥാർത്ഥ പേപഭാജനത്തെ പോലെ ആപാത ചൂടം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോഴും പുഞ്ചിരിക്കുകയും ദുഃഖം സഹിച്ചുകൊണ്ടും സന്തോഷിക്കുകയും പ്രയാസങ്ങളിൽ അകപ്പെട്ടിട്ടും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ഒരു സ്നേഹത്തിൽ അവർ സ്വന്തം നാടുകളിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടു. അന്തസ്സിന് പകരം ദൈന്യത സ്വീകരിച്ചു. സ്വസ്ഥതയ്ക്ക് പകരം പ്രയാസങ്ങളെ തലയിൽ കയറ്റി. ധനാഢ്യതയ്ക്ക് പകരം ദാരിദ്ര്യത്തെ ഭരിച്ചു. എല്ലാ തരത്തിലുള്ള ബന്ധുത്വത്തിനും പകരം ദാരിദ്ര്യത്തിലും ഒറ്റപ്പെടലിലും നിസ്സഹായതയിലും സംതൃപ്തി കരസ്ഥമാക്കി. തങ്ങളുടെ രക്തം ചിന്തിക്കൊണ്ടും ശിരസ്സുകൾ വെട്ടിമാറ്റിക്കൊണ്ടും തങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ടും ദൈവാസ്തിക്യത്തെ സാധൂകരിച്ചു. ദൈവിക വചനങ്ങളെ സത്യസന്ധമായി പിന്തുടർന്നതിന്റെ അനുഗ്രഹത്താൽ അവർക്കുള്ളിൽ സവിശേഷമായ തേജസ് വെളിപ്പെടുമാറായി. അത് മറ്റാളുകളിൽ ഒരിക്കലും കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇത്തരം ആളുകൾ ആദ്യകാലത്ത് മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ഈ പരിശുദ്ധ സംഘം ഇസ്ലാമിക സമൂഹത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നു. അവർ തങ്ങളുടെ പ്രകാശപൂരിതമായ അസ്തിത്വം മുഖേന തങ്ങളുടെ എതിരാളികളെ എപ്പോഴും കുറ്റവാളികളും നിശബ്ദരുമാക്കിക്കൊണ്ടിരുന്നു. ആയതിനാൽ നിഷേധികൾക്ക് മേൽ നമ്മുടെ ഈ ന്യായപൂർത്തിയും വന്നു കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ വൈജ്ഞാനിക തലങ്ങളിൽ ഉന്നതിയുടെ പരമോന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ കർമ്മപരമായ തലങ്ങളുടെ പരിപൂർണതയും അത് മുഖേന ലഭ്യമാകുന്നു. അള്ളാഹുവിന്റെ പ്രഭാവങ്ങളും പ്രകാശവും സ്വീകാര്യതയും ആ മഹത്തുക്കളിൽ വെളിപ്പെടുമാറായി. ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ പിന്തുടരുന്നവരിൽ ഇന്നും അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
യഥാർത്ഥ രീതിയിൽ അതിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഈ നിലവാരം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. അത് മറ്റുള്ളവരിൽ ഒരിക്കലും വെളിപ്പെടുന്നതുമല്ല. ആയതിനാൽ ഒരു സത്യാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് തെളിവായിട്ടുള്ളത്. അത് അയാൾക്ക് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. അതായത് ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക അടയാളങ്ങളും വിശുദ്ധ ഖുർആന്റെ ശരിയായ അനുയായികളിൽ മാത്രം കാണപ്പെടുന്നതാണ്. അടയാളങ്ങൾ കാണണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനെ പരിപൂർണമായും അനുസരിക്കുന്നവരിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. മറ്റു സമൂഹങ്ങൾ യഥാർത്ഥവും പരിശുദ്ധവുമായ ഇൽഹാം അഥവാ ദിവ്യവാണികളിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുന്നു. ബ്രഹ്മസമാജികളാണെങ്കിലും ആര്യന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവർ ഈ പ്രകാശത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരും അതേക്കുറിച്ച് അറിവില്ലാത്തവരുമാകുന്നു. ആയതിനാൽ ഒരു നിഷേധിക്ക് തൃപ്തി വരുത്തുന്നതിനുള്ള കടമ നാം ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷെ അയാൾ സത്യഹൃദയാത്മന ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി പൂർണ്ണമായ സതുദ്ദേശത്തോടെയും സ്ഥൈര്യത്തോടെയും സഹനത്തോടെയും സത്യസന്ധതയോടെയും സത്യാന്വേഷണത്തിന് ഈ ഭാഗത്തേക്ക് പ്രയാസപ്പെടേണ്ടതായിട്ട് വരും. ആയതിനാൽ ആരെങ്കിലും സത്യഹൃദയത്തോടുകൂടി ഈ സന്മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ അയാളുടെ വൈജ്ഞാനികവും കർമ്മപരവുമായ കഴിവുകൾ വർദ്ധിക്കുന്നതാണ്. ഇതാണ് വിശുദ്ധ ഖുർആന്റെ വാദം. ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ വാദവും ഇതുതന്നെയാണ്. വരുവിൻ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനെ മനസ്സിലാക്കുകയും ഞാൻ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം മറ്റൊരു സ്ഥലത്ത് പറയുന്നു, മൃഗീയരായ സമൂഹത്തെ മനുഷ്യരാക്കുകയും മനുഷ്യനെ ദൈവവർണ്ണമുള്ളവരാക്കുകയും ചെയ്ത ഇസ്ലാമിന്റെ തത്വങ്ങളെ ഉപേക്ഷിക്കുകയും ഖുർആനെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ഭൗതികാസക്തരായ സമൂഹത്തെ പിന്തുടരുകയെന്നത് എത്രമാത്രം അക്രമമാണ്. ഇസ്ലാമിന്റെ മേന്മയും ജീവിതവും പാശ്ചാത്യ ലോകത്തെ അവലംബിക്കുന്നതിലൂടെയാണെന്ന് അവർ കരുതുന്നു. പാശ്ചാത്യ ലോകം വലിയ പുരോഗതി നേടിയെന്നും അവരെ മാർഗദർശികളാക്കാമെന്നും പാശ്ചാത്യ ലോകത്തെ കിബിലയാക്കാമെന്നും അവർ കരുതുന്നു. അവർക്ക് വിജയിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നീങ്ങുന്നവർക്ക് മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. അത് ഭൗതിക ലോകത്തിലെ ദീനിന്റെയും പരലോകത്തിന്റെയും വിജയമാകുന്നു. ഭൗതികരായ ആളുകൾ ഭൗതിക വിജയങ്ങളിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്നു. എന്നാൽ എല്ലാ തരത്തിലുമുള്ള വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലൂടെ ലഭ്യമാകുന്നതാണ്. വിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള വിജയം അത് അസാധ്യമായ കാര്യമാകുന്നു. ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം വിജയം ഒരു സ്വപ്നം മാത്രമാണ്. സഹാബാക്കളുടെ മാതൃകയെ നിങ്ങൾ മുന്നിൽ വെക്കുക. നോക്കുക, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുകയും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുകയും ചെയ്തപ്പോൾ അവരോട് ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും അള്ളാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുത്തു. ആദ്യകാലത്ത് നിഷേധികൾ അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്, സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ കഴിയാത്തവർ രാജാധികാരത്തെക്കുറിച്ച് വീമ്പിളക്കുന്നു എന്നായിരുന്നു. രഹസ്യമായി ആരാധന നടത്തുന്നു, എന്നിട്ട് തങ്ങൾ രാജാക്കന്മാരാകുമെന്ന് മേനി നടിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണത്തിൽ മുഴുകിയപ്പോൾ നൂറ്റാണ്ടുകളായി അവർക്ക് കിട്ടാതിരുന്ന കാര്യങ്ങളിൽ അവർ പങ്കുപറ്റുന്നവരായി മാറി. അവർ വിശുദ്ധ ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുകയും അതിനെ അനുസരിക്കുന്നതിലും അതിനെ പിന്തുടരുന്നതിലും രാപ്പകൽ ബദ്ധശ്രദ്ധരുമായിരുന്നു. അവർ നിഷേധികളെ പേരിനു പോലും അനുസരിച്ചിരുന്നില്ല. നിഷേധികളുടെ ഒരാചാരത്തെയും അവർ പിന്തുടർന്നില്ല. അതെല്ലാം ഉപേക്ഷിക്കുകയുണ്ടായി. ഇസ്ലാമിൽ ഈ അവസ്ഥ നിലനിന്നിടത്തോളം കാലം അത് അന്തസ്സിന്റെയും അഭ്യുന്നതിയുടെയും ആയിരുന്നു. അതിലുള്ള രഹസ്യം ഖുദാദാരി ചേ ഗംദാരി, അള്ളാഹുൽ അർപ്പിച്ചാൽ ദുഃഖങ്ങളെല്ലാം ഒഴിവാകുന്നു എന്നതായിരുന്നു. മുസ്ലിങ്ങളുടെ വിജയ പുരോഗതികളുടെ താക്കോലും ഈമാൻ അഥവാ വിശ്വാസമായിരുന്നു. ഇന്ന് വിശ്വാസത്തിന്റെ ആ നിലവാരമില്ല, വർത്തമാനം മാത്രമേയുള്ളൂ. എന്നാൽ അതെല്ലാം കരസ്ഥമാകണമെങ്കിൽ ഈമാനിനെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടതായി വരും. ദീനിനെ നവീകരിക്കുന്നതിൽ എത്രമാത്രം ആൾക്കൂട്ടമായിരുന്നു. രാജാക്കന്മാരുടെ ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് പറയുന്നു, ദീനിനെ നവീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടി. പക്ഷെ അവസാനം അതിനുമേൽ ആർക്കും നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവരുടെ ഉദ്ദേശം ഇസ്ലാമിക സേവനമായിരുന്നു. ചുരുക്കത്തിൽ ഒരു കാലഘട്ടം വരെ അങ്ങനെ തന്നെ തുടർന്നു പോന്നു. രാജാക്കന്മാർ ധിക്കാരവും ആഭാസങ്ങളും സ്വീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ കോപം പതിക്കുകയുണ്ടായി. പതിയെ പതിയെ ഇന്ന് നിങ്ങൾ കാണുന്ന ദൈന്യതയിലേക്ക് അത് എത്തിച്ചേർന്നു. ഈ രോഗത്തിന്, അതായത് ഇസ്ലാമിന് ദുർബലാവസ്ഥയ്ക്ക് നൽകപ്പെടുന്ന കുറിപ്പടിക്ക് നാം എതിരാവുന്നു. നമ്മുടെ വീക്ഷണത്തിൽ ഈ കുറിപ്പടി അനുസരിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഭയാനകവും
ദ്രോഹവും ആയിരിക്കും. ഇവർ നൽകുന്ന കുറിപ്പടി പാശ്ചാത്യരെ അനുകരിക്കാനും അവരുടെ അറിവുകൾ കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതാണ്. അത് വേണമെങ്കിൽ സ്വീകരിച്ചു കൊള്ളുക. പക്ഷേ വിശുദ്ധ ഖുർആനെ തങ്ങളുടെ മാർഗദർശിയാക്കുവിൻ. മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് തിരിയാത്തിടത്തോളം അവരിൽ ഈമാൻ ഉണ്ടാവുകയോ ആരോഗ്യം വീണ്ടെടുക്കുകയോ ചെയ്യുന്നതല്ല. നേരത്തെ വന്ന അതേ മാർഗത്തിലൂടെ തന്നെയാണ് അന്തസ്സും ആഭിജാത്യവും കൈവരികയുള്ളൂ. ചുരുക്കത്തിൽ വിശ്വാസവും കർമ്മവും പുരോഗതിപ്പെടുക ഭൗതികാസക്തരായ ആളുകളെ പിന്തുടരുന്നതിലൂടെയല്ല, മറിച്ച് വിശുദ്ധ ഖുർആനെ പിന്തുടരുമ്പോഴാണ് അത് ലഭ്യമാവുക. മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനെ ശ്രദ്ധിക്കാതിരിക്കുന്നതിനെയും അതിന്റെ പാരായണത്തിൽ അലംഭാവം കാണിക്കുന്നതിനെയും സംബന്ധിച്ച് വളരെ വേദനയോടെ ആ മഹാത്മാവ് പറയുന്നു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ആഗതനായിക്കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയും പ്രകൃതവും ആഗ്രഹിക്കുന്ന ദൈവത്തെ സമർപ്പിക്കുകയുണ്ടായി. അതിന്റെ പൂർണ്ണമായ വിവരണം അള്ളാഹുവിന്റെ സത്യഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ സമയത്ത് മുസ്ലിങ്ങളല്ലാത്തവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അവരെ മാത്രം ഞാൻ സംബോധന ചെയ്യുകയാണ്. അല്ലയോ എന്റെ നാഥ, തീർച്ചയായും എന്റെ സമൂഹം ഈ ഖുർആനെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ പിൻപുറം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഓർക്കുക, വിശുദ്ധ ഖുർആൻ യഥാർത്ഥ അനുഗ്രഹങ്ങളുടെ ഉറവിടവും മോക്ഷത്തിന്റെ സത്യസന്ധമായ മാർഗവുമാകുന്നു. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാത്തത് അത്തരം ആളുകളുടെ അബദ്ധമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാത്ത ഒരു കൂട്ടർ അതിൽ വിശ്വസിക്കുന്നു പോലുമില്ല. അവരതിനെ ദൈവിക വചനമാണെന്ന് മനസ്സിലാക്കുന്നുമില്ല. ഇവർ ബഹുഘാതം അകലെയാകുന്നു. എന്നാൽ ഇത് അള്ളാഹുവിന്റെ വചനമാണെന്നും മോക്ഷത്തിനുള്ള ശമനൌഷധ കുറിപ്പടിയാണെന്നും വിശ്വസിക്കുന്നവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് എന്തുമാത്രം വിചിത്രവും സങ്കടകരവുമായിരിക്കും. അവരിൽ നിരവധി പേർ ആയുസ്സിലൊരിക്കൽ പോലും അത് പാരായണം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ വചനങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരും അവഗണിക്കുന്നവരുമായ അത്തരക്കാരുടെ ഉദാഹരണം, ഒരാൾക്ക് ഇന്ന അരുവിയിലുള്ള വെള്ളം പരിശുദ്ധവും ശമനൌഷധിയും ആണെന്ന് അറിവും ദൃഢബോധ്യവും ഉണ്ടായിട്ടും അയാൾ ദാഹിച്ചു വലയുകയും രോഗങ്ങളിൽ ആണ്ടുപോകുകയും ചെയ്തിരിക്കെ ആ വെള്ളത്തിൽ നിന്ന് പ്രയോജനമെടുക്കാത്തവനെ പോലെയാണ്. ആ അരുവി ദാഹമകറ്റുന്നതും രോഗനിവാരണിയും ആണെന്നിരിക്കെ അതിനടുത്തേക്ക് അയാൾ പോകുന്നില്ല. അത്തരക്കാർ വളരെ ദൗർഭാഗ്യവാന്മാരാകുന്നു. പറയുന്നു, ഇതെത്രമാത്രം ദൗർഭാഗ്യവും വിവരക്കേടുമാണ്. അയാൾ ആ വെള്ളം തന്റെ അതിരത്തോടടുപ്പിക്കുകയും ദാഹശമനം വരുത്തുകയും ചെയ്തുകൊണ്ട് അതിന്റെ സ്വാദിഷ്ടവും രോഗശമനദായകവുമായ വെള്ളത്തിൽ നിന്ന് ആനന്ദം നേടുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഒന്നും അറിവില്ലാത്തവനെ പോലെ അറിഞ്ഞുകൊണ്ടും അയാൾ അതിൽ നിന്ന് ദൂരെയാണ്. അങ്ങനെ മരണം വന്ന് അയാളെ അവസാനിപ്പിക്കുന്നതുവരെയും അതിൽ നിന്ന് വിദൂരസ്ഥരായിക്കൊണ്ടിരിക്കുന്നു. പലർക്കും മരണം വരുന്നു, പക്ഷേ അവർ അതുവരെയും വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അത്തരം ആളുകളുടെ അവസ്ഥ ഏറെ ഗുണപാഠദായകമാകുന്നു. ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതേ വിധത്തിലായി തീർന്നിരിക്കുന്നു. എല്ലാ പുരോഗതികളുടെയും വിജയങ്ങളുടെയും കുഞ്ചിക വിശുദ്ധ ഖുർആനാണെന്ന് അവർക്കറിയാം. അതനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവർ അതിനെ ഗൗനിക്കുന്നില്ല. ഒരു വ്യക്തി വളരെ സഹാനുഭൂതിയോടെയും ഗുണകാംക്ഷിയായും കേവലം സഹാനുഭൂതി മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയും നിർദ്ദേശവും അനുസരിച്ച് അതിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹത്തെ വ്യാജനെന്നും ദജ്ജാലെന്നും മുദ്രകുത്തുന്നു. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ദയനീയ അവസ്ഥ മറ്റെന്താണുള്ളത്? അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ പരത്തുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ അയച്ചതാണ്. അദ്ദേഹത്തെ വേജനെന്നും കള്ളവാദിയെന്നും കറ്റുകെട്ടുകാരനെന്നും വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നു. ശത്രുതയിൽ മുന്നേറുകയും ചെയ്യുന്നു. ഇത്തരം അവസ്ഥയിൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ എന്ത് പരിതാപകരമായ അവസ്ഥയാണ് ഉണ്ടാകാനുള്ളത്? പറയുന്നു, മുസ്ലിങ്ങൾ ഇപ്പോഴും ഈ അരുവിയെ മഹത്തായ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ വിലമതിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനെ വിലമതിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാകുന്നു. പിന്നെ അള്ളാഹു എങ്ങനെയാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അകറ്റുന്നതെന്ന് നോക്കുക. മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു അവർക്ക് പരിശുദ്ധമായൊരു വഴി തുറന്നിരിക്കുന്നു. അവർ അതിലൂടെ ചരിച്ചുകൊണ്ട് പ്രയോജനമെടുത്തെങ്കിൽ എത്ര നന്നായേനെ. പറയുന്നു, തീർച്ചയായും അറിഞ്ഞുകൊള്ളുക, സത്യഹൃദയത്തോടെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ പരിശുദ്ധ ഗ്രന്ഥമനുസരിച്ച് പ്രവർത്തിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുകയും ചെയ്യുന്നയാൾക്ക് അള്ളാഹു അനന്തമായ അനുഗ്രഹങ്ങളിൽ നിന്ന് പങ്കു നൽകുന്നതാണ്.
അയാൾക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഭൗതിക അനുഗ്രഹങ്ങളെക്കാളും വളരെയേറെ ഔന്നത്യമുള്ളതുമായിരിക്കും. അതിലൊന്ന് പാപപ്പൊറുതിയാകുന്നു. അതായത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അയാൾ അള്ളാഹുവിലേക്ക് മടങ്ങുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അയാളുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കുന്നു. മറ്റാളുകൾ ഈ അനുഗ്രഹത്തെപ്പറ്റി ഒന്നും അറിവില്ലാത്തവരാകുന്നു. അതുകൊണ്ട് പശ്ചാത്താപം മുഖേന പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നു പോലുമില്ല. അവരിൽ ചില ആളുകളുടെ വിശ്വാസം എന്തു തന്നെയായാലും തങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരുമെന്നതാണ്. ഇത് ചില ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. മാപ്പ് നൽകപ്പെടില്ലത്രേ. ക്രിസ്ത്യാനികളുടെ സിദ്ധാന്തമനുസരിച്ച് മിശീഹയുടെ രക്തത്തിൽ ഒരു പ്രാവശ്യം വിശ്വസിച്ചുകൊണ്ട് തിന്മ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ മിശീഹയുടെ കുരിശും ഫലദായകമല്ല. കാരണം മിശീഹ 2 പ്രാവശ്യം കുരിശിൽ കയറുന്നതല്ല. ചുരുക്കത്തിൽ ഈ 2 കൂട്ടരെ സംബന്ധിച്ചിടത്തോളവും പൊറുക്കപ്പെടാനും മോക്ഷത്തിനുള്ള വഴി അടഞ്ഞിരിക്കുകയാണ്. കാരണം പാപങ്ങൾ ഉണ്ടാകുന്നത് അവസാനിക്കാൻ സാധ്യമല്ല. അത് സംഭവിച്ചു കൊണ്ടിരിക്കും. ചില ആളുകൾക്ക് പതർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവാനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത കാണിക്കാതിരിക്കുന്നതും തിന്മയാകുന്നു. അതിൽ അലംഭാവം കാണിക്കുന്നതും തിന്മയാകുന്നു. ഈ പാപങ്ങൾക്ക് വേണ്ടിയും നരകത്തിൽ പോകേണ്ടതായി വരും. അതല്ലെങ്കിൽ മിശീഹയ്ക്ക് വീണ്ടും കുരിശു നൽകാൻ സാധ്യമല്ലാത്തതിനാൽ പൂർണ്ണമായും നിരാശരാകേണ്ടി വരും. മറ്റ് മതങ്ങളിൽ തിന്മ സംഭവിച്ചു പോയാൽ പിന്നെ നിരാശ മാത്രമാണുള്ളത്. പൊറുക്കപ്പെടാനുള്ള വഴിയൊന്നുമില്ല. പക്ഷേ അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഈ അധ്യാപനമല്ല നൽകിയത്. അവർക്കെപ്പോഴും പശ്ചാത്താപത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. മനുഷ്യൻ അതിലേക്ക് തിരിയുകയും തന്റെ മുൻകാല പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് യാചിക്കുകയും മേലിൽ നന്മകൾക്കുള്ള ഉറച്ച തീരുമാനമെടുക്കുകയുമാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ വാക്കുകളെ ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. ഇത് നിങ്ങളുടെ കർണപുടങ്ങളിൽ മാത്രമായി നിൽക്കുകയും നിങ്ങൾ അതിൽ നിന്ന് പ്രയോജനമെടുക്കാതിരിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ആയതിനാൽ ഈ കാര്യങ്ങൾ ശ്രവിക്കുകയും തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുവിൻ. അവയെ കാതുകളിൽ മാത്രമായി ചുരുക്കരുത്, അല്ല സശ്രദ്ധം ശ്രവിക്കുവിൻ. അതിന് ഹൃദയങ്ങളിൽ ഇടം നൽകുവിൻ. നിങ്ങൾ അത് ഉപരിപ്ലവമായല്ല കേട്ടത് എന്ന് കർമ്മങ്ങളിലൂടെ സ്ഥാപിക്കുവിൻ. അതിന്റെ പ്രഭാവം ഈ ഒരു നിമിഷം വരെ മാത്രം പോരാ, മറിച്ച് ആഴത്തിൽ സ്വാധീനം ചെലുത്തേണ്ടതാണ്. ഇവിടെ ഇരുന്ന് കുത്തുബ കേൾക്കുന്ന സമയം വരെ മാത്രം അതിന്റെ സ്വാധീനമുണ്ടായാൽ പോരാ, മറിച്ച് പിന്നീടും അതനുസരിച്ച് പ്രവർത്തിക്കണം. പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും റമദാനിൽ അത് ശീലമാക്കുകയും പിന്നെ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കുകയും അതിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. നൗസുബില്ല, നമ്മൾ വിശുദ്ധ ഖുർആനിൽ കൈകടത്തിയെന്ന് അഹമ്മദികൾക്കെതിരിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ മുല്ലാക്കൾ ഈ നിയമത്തിന് പിന്നിലാണ് അഹമ്മദികൾക്ക് മേൽ കേസുകൾ ഉണ്ടാക്കുന്നത്. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ വാക്കുകൾ ഞാൻ കേൾപ്പിക്കാം. ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ ദൈവിക നിയമവും മോക്ഷത്തിനുള്ള മാർഗവുമാകുന്നു. നമ്മൾ അതിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് വലിയൊരു പാപമായിരിക്കും. നമ്മൾ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും ആക്ഷേപിക്കുകയും പിന്നെ നമ്മൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അതേ രീതി അവലംബിക്കുകയും ചെയ്യുക എന്നത് എത്ര വിചിത്രമായിരിക്കും. ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങൾ വാസ്തവത്തിൽ കയ്യേറ്റങ്ങളും തിരുത്തലുകളും വന്നതാണെങ്കിലും അവരതിൽ കൈകടത്തലുകൾ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതേസമയം നമ്മൾ സ്വയം കൈകടത്തലിനുള്ള ചിന്തയിലുമാണെന്ന് പറയുന്നത് എത്രമാത്രം ഖേദകരവും വിചിത്രവുമായിരിക്കും. അതായത് മുൻകാല ഗ്രന്ഥങ്ങളുടെ ആളുകൾ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുകൂടി അതിലങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ചില കർമ്മങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ കൈകടത്തുന്നതിന് തുല്യമായി തീരുകയും ചെയ്യുന്നു. നോക്കുക, കറ്റുകെട്ടി പറയുന്നവൻ നികൃഷ്ടനും ദ്രോഹിയുമാണ്. ആ മഹാത്മാവ് തന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ കൈകടത്തലുകൾ ഉണ്ട് എന്ന് പറയുന്നു. കെട്ടിച്ചമയ്ക്കുന്നവൻ നികൃഷ്ടനും ദ്രോഹിയുമാണ്. അള്ളാഹുവിന്റെ വചനങ്ങളിൽ കൈകടത്തുന്നതും കറ്റുകെട്ടുന്നത് പോലെ തന്നെയാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കുവിൻ. ചുരുക്കത്തിൽ നമ്മുടെ അധ്യാപനങ്ങൾ എന്തെന്നാൽ വിശുദ്ധ ഖുർആനിൽ സകല വിധത്തിലുള്ള കൈകടത്തലുകളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. കാരണം കൈകടത്തുന്നവൻ നികൃഷ്ടനും ദ്രോഹിയുമാകുന്നു. നമുക്ക് മേൽ ആരോപണം ഉന്നയിക്കുന്നവർ ബുദ്ധി പ്രയോഗിക്കേണ്ടതാണ്. അതിൽ കൈകടത്തിക്കൊണ്ട് ഞങ്ങൾ സ്വയം നികൃഷ്ടരുടെയും ദ്രോഹികളുടെയും ഗണത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുമോ? വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ ഗ്രന്ഥമാണെന്നതിനെ സംബന്ധിച്ച് ആ മഹാത്മാവ് പറയുന്നു, ഞാൻ വിശുദ്ധ ഖുർആന്റെയും ഖുറാനിക പാഠങ്ങളുടെയും സേവനത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ മതത്തിന്റെ സേവനത്തിനും വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ജീവൻ പോലും ഈ വഴിയിൽ നൽകാൻ സന്നദ്ധനാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, വിശുദ്ധ ഖുർആൻ അല്ലാതെ സമ്പൂർണവും സമ്മിളിതവുമായ ഒരു ഗ്രന്ഥവുമില്ല.
അതിനെ പൂർണ്ണമായും അനുസരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരാതെയും മോക്ഷം പ്രാപിക്കുക സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റക്കുറച്ചിൽ വരുത്തുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുസരണമാകുന്ന നുകം തങ്ങളുടെ കഴുത്തുകളിൽ നിന്ന് ഇറക്കി വെക്കുന്നവരും കാഫിറും അതിനെ പൂർണ്ണമായും അനുസരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരാതെയും മോക്ഷം പ്രാപിക്കുക സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റക്കുറച്ചിൽ വരുത്തുന്നവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുസരണമാകുന്ന നുകം തന്റെ കഴുത്തിൽ നിന്ന് ഇറക്കി വെക്കുന്നവനും കാഫിർ അഥവാ മതനിഷേധിയും മുർത്തദ് അഥവാ മതനിരാസനുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ നമുക്ക് മേൽ ഉന്നയിക്കപ്പെടുന്ന എല്ലാ ആരോപണങ്ങൾക്കുമുള്ള മറുപടിയാണിത്. തുടർന്ന് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ മുഖേന മോക്ഷത്തിന്റെ മാർഗവും പ്രകാശവും ലഭ്യമാകുന്നു. ഇതിനെ കുറെ കൂടി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇതല്ലാതെ മറ്റൊരു ഗ്രന്ഥവും തന്നെ പ്രകാശവും നന്മയും നൽകുന്നതായിട്ടില്ല. ആ മഹാത്മാവ് തുടരുന്നു, യഥാർത്ഥ മാർഗദർശി വിശുദ്ധ ഖുർആനാകുന്നു. അതിനെ പിന്തുടരുന്നത് മുഖേന ഈ ലോകത്ത് മോക്ഷത്തിന്റെ പ്രകാശങ്ങൾ കാണിക്കപ്പെടുന്നു. മഹത്തായ സൗഭാഗ്യത്തിലേക്ക് അത് എത്തിക്കുന്നു. ഈ ലോകത്ത് അന്ധനായിരിക്കുന്നവൻ പരലോകത്തും അന്ധനായിരിക്കും. മാർഗഭ്രംശത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം വഴിതെറ്റിയവനുമായിരിക്കും. പറയുന്നു, യഥാർത്ഥ ദിവ്യജ്ഞാനം കരസ്ഥമാക്കുന്നതിന് പൂർണ്ണമായും പരിശ്രമിക്കാതിരിക്കുകയും കേവലം കാലയിലും കീലയിലും പെട്ടുപോവുകയും ചെയ്യുന്നവൻ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കട്ടെ, ആധ്യാത്മിക അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിന് ഒരേയൊരു മാർഗം മാത്രമേ ഉള്ളൂ. അതായത് ഹദ്റത്ത് ഖാത്തമുൽ അംബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പൂർണ്ണമായും അനുസരിക്കുക, ഖുർആനിക അധ്യാപനങ്ങളെ തങ്ങളുടെ ഗുരുവും മാർഗദർശിയുമാക്കുക. ഇവിടെ മഹാത്മാവ് അറബി പദങ്ങളാണ് ഉപയോഗിച്ചത്. കേവലം കാലയിലും കീലയിലും പെട്ടുപോകരുതെന്ന് പറയുന്നു. അതായത് ഹദീസുകളുടെ ഉദ്ധരണികൾ നൽകിയത് കൊണ്ട് കാര്യമില്ല, അവർക്ക് ഉടനെ തന്നെ ബോധ്യപ്പെടും. ആധ്യാത്മികാനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുകയും വിശുദ്ധ ഖുർആനിക അധ്യാപനങ്ങളെ തങ്ങളുടെ ഗുരുവും മാർഗദർശിയും ആക്കുക എന്നതും ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഹിന്ദുക്കളിലെയും ക്രിസ്ത്യാനികളിലെയും നിരവധി ആളുകൾ പല കർമ്മങ്ങളും ചെയ്യുകയും യോഗികളാകാൻ ശ്രമിക്കുകയും ശരീരം മുഴുവൻ ഉണക്കുകയും വർഷങ്ങളോളം വനാന്തരങ്ങളിൽ കഴിച്ചുകൂട്ടുകയും കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുകയും ആനന്ദങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ചെയ്തിട്ടും അവർക്ക് മുസ്ലിങ്ങൾ ചെറിയൊരു ആധ്യാത്മിക കർമ്മത്തിലൂടെയും ഏകാന്തവാസം ഉപേക്ഷിക്കുന്നതിലൂടെയും കരസ്ഥമാക്കുന്ന സവിശേഷമായ ദൈവിക പ്രകാശങ്ങൾ. ഹിന്ദുക്കളിലെയും ക്രിസ്ത്യാനികളിലെയും നിരവധി ആളുകൾ പല കർമ്മങ്ങളും ചെയ്യുകയും യോഗികളാകാൻ ശ്രമിക്കുകയും ശരീരം മുഴുവൻ ഉണക്കുകയും വർഷങ്ങളോളം വനാന്തരങ്ങൾ കഴിച്ചുകൂട്ടുകയും കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുകയും ആനന്ദങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ചെയ്തിട്ടും അവർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നില്ല. ഈ സവിശേഷതകൾ അവർക്ക് കിട്ടാൻ സാധ്യമല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ലഭ്യമാകുന്നതാണ്. ഇതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നൽകുന്ന അധ്യാപനമാണ് സിറാത്തെ മുസ്തഖീം അഥവാ നേരായ മാർഗമെന്ന് സുവ്യക്തമാണ്. തീർച്ചയായും ആരെങ്കിലും സത്യസന്ധമായ പശ്ചാത്താപം ചെയ്തുകൊണ്ട് 10 ദിവസമെങ്കിലും ഖുർആനിക ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തന്റെ ഹൃദയത്തിൽ ഒരു പ്രകാശമിറങ്ങുന്നതായി കാണുമെന്നത് നിസ്തർക്കമാകുന്നു. ഇസ്ലാമിന്റെ ഈ സവിശേഷത പരീക്ഷണങ്ങൾ ഇല്ലാതെയുള്ളതല്ല. അതായത് ഇത് ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് മാത്രമല്ല, മറിച്ച് നൂറുകണക്കിന് പരിശുദ്ധാത്മാക്കൾ ഈ മാർഗത്തിലൂടെ അനുഗ്രഹം സിദ്ധിച്ചവരാണ്. മറിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയും അനുഗ്രഹം കരസ്ഥമാക്കുകയും ചെയ്തവരുടെ നൂറുകണക്കിനും ആയിരക്കണക്കിനും ഉദാഹരണങ്ങളുണ്ട്. ആയതിനാൽ നമ്മളും ഇക്കാര്യത്തിൽ നേരത്തേതിലും അധികം ശ്രദ്ധിക്കുകയും നമ്മുടെ തലമുറകളിൽ അതിൻ്റെ പ്രാധാന്യം ഉണ്ടാക്കുകയും വേണം. മനുഷ്യന് അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമില്ലെന്നും വെറും ഉപരിപ്ലവമായ രീതിയിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നവരുടെ അവസ്ഥ ദുർബലമാണെന്നും വിവരിച്ചുകൊണ്ട് മനുഷ്യ പ്രകൃതത്തെ ആ മഹാത്മാവ് എടുത്തുദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന്റെ വെളിച്ചത്തിൽ ആ മഹാത്മാവ് പറയുന്നു, അല്ലയോ സുഹൃത്തുക്കളെ, പാവങ്ങളെ സംബന്ധിച്ച് നിർഭയരാകാനുള്ള കാരണം
അലംഭാവമുള്ള മനുഷ്യന് അള്ളാഹുവിലും അവന്റെ ശിക്ഷയിലും ഉറച്ച വിശ്വാസമില്ലാത്തതാണ്. വാസ്തവത്തിൽ മനുഷ്യൻ സ്വതവേ വളരെ ഭയമുള്ളവനാണ്. മനുഷ്യപ്രകൃതം വളരെയേറെ ഭയവിഹ്വലമാണ്. ആ മഹാത്മാവ് ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു. ഒരു വീടിന്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ കുറെ ആളുകൾ ഇരിക്കുമ്പോൾ ഒരു തവണ ശക്തമായ ഭൂമി കുലുക്കമുണ്ടായാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോകുന്നതാണ്. അതിനുള്ള കാരണം ഏതാനും നിമിഷം കൂടി മേൽക്കൂരയ്ക്ക് കീഴിൽ ഇരിക്കുകയാണെങ്കിൽ അത് തകരുകയും തങ്ങൾ മരണത്തിനിരയാകുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണത്. എന്നാൽ പാപം ചെയ്യുന്നവന് അള്ളാഹുവിനെയോ അവന്റെ ശിക്ഷയിലോ ദൃഢവിശ്വാസമില്ല. അതുകൊണ്ട് അവർ തന്റെ അടുത്തോടുകൂടി തിന്മകൾ ചെയ്യുന്നു. വ്യാജവും കെട്ടിച്ചമച്ചതുമായ മാർഗങ്ങളിലൂടെ മോക്ഷമന്വേഷിക്കുന്നവർ പാപങ്ങളിൽ ധൈര്യം കാണിക്കുന്നു. കാരണം വ്യാജമാർഗങ്ങൾ ഒരിക്കലും ദൃഢബോധ്യമുണ്ടാക്കുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവമുണ്ടെന്നും അവൻ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതെ വിടുകയില്ലെന്നും വെറും പ്രകടനപരതയെന്ന നിലയിലല്ലാതെ ഉറച്ച് വിശ്വാസമുള്ള ഒരാൾ തന്നെ എല്ലാ തരത്തിലുമുള്ള പാപങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ്. കാരണം വ്യാജമാർഗങ്ങൾ ഒരിക്കലും തന്നെ ദൃഢബോധ്യമുണ്ടാക്കുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവമുണ്ടെന്നും അവൻ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതെ വിടുകയില്ലെന്നും വെറും പ്രകടനപരത എന്ന നിലയിലല്ലാതെ ഉറച്ച വിശ്വാസമുള്ള ഒരാൾ സ്വയം എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും തന്നെ മാറ്റി നിർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് വെളിപ്പെടുത്തി തന്നത് തന്നെയാണ് മോക്ഷത്തിന്റെ സത്യസന്ധമായ തത്വശാസ്ത്രം. താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിച്ചു കൊള്ളുവിൻ. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് വിശ്വാസത്തെ പരിപക്വമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലാണ് മോക്ഷമുള്ളത്. അതല്ലെങ്കിൽ വളരെ പ്രയാസകരമാകുന്നു. ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹുവിനു വേണ്ടി തന്റെ ആത്മാവിനോട് യുദ്ധം ചെയ്യുന്നവൻ സൗഭാഗ്യവാനാണ്. തന്റെ ദേഹേച്ഛയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നവൻ ദുർഭകനാകുന്നു. തന്റെ ദേഹേച്ഛയ്ക്ക് വേണ്ടി ദൈവിക കൽപ്പനകളെ ഒഴിവാക്കുന്നവൻ അവനോട് യോജിക്കുന്നവനല്ല. അവന് വാനലോകത്ത് പ്രവേശനം ലഭിക്കുന്നതുമല്ല. അവന് ദൈവസാമീപ്യം കരസ്ഥമാക്കാനും സാധ്യമല്ല. ആയതിനാൽ വിശുദ്ധ ഖുർആനിൽ ഒരു വള്ളിയോ പുള്ളിയോ നിങ്ങൾക്കെതിരിൽ സാക്ഷി പറയാതിരിക്കാനും അത് മുഖേന നിങ്ങൾ പിടിക്കപ്പെടാതിരിക്കാനും പരിശ്രമിക്കുവിൻ. കാരണം തിന്മയുടെ അല്പം പോലും ഉണ്ടെങ്കിൽ അവൻ ശിക്ഷാർഹനാകുന്നു. സമയക്കുറവും പ്രവർത്തന സജ്ജവുമായ ആയസ് അനിശ്ചിതമാണ്. സായാഹ്നം അടുത്തിരിക്കുന്നു. ശീഘ്രഗതിയിൽ ചുവടുവെക്കുവിൻ. അവിടെ സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കൂടെ പരിശോധിക്കുവിൻ. ഒന്നും ബാക്കിയാവാൻ ഇടവരരുത്. വെറും അധരവ്യായാമവും നികൃഷ്ടവും വിലയില്ലാത്തതുമായ സാമഗ്രികളും രാജസദസ്സിൽ സമർപ്പിക്കാൻ യോഗ്യമല്ല. അള്ളാഹു നമുക്ക് ശരിയായ രീതിയിൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരും അവനിൽ നിന്ന് ലഭ്യമായ സന്മാർഗത്തെ പ്രയോജനപ്പെടുത്തുന്നവരുമായി തീരട്ടെ. അള്ളാഹു നമ്മെ വിശ്വാസത്തിലും ദൃഢജ്ഞാനത്തിലും ദൈവഭയത്തിലും മുന്നേറുന്നവരാക്കുമാറാകട്ടെ. നമ്മൾ റമദാനിൽ മാത്രമല്ല മറിച്ച് എപ്പോഴും ഖുർആനിക അധ്യാപനമനുസരിച്ച് ജീവിതം നയിക്കുന്നവരായി തീരുമാറാകട്ടെ. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദാസ്യത്വത്തിൽ ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിനും ഖുർആനിക ഭരണം നമ്മുടെ കഴുത്തുകളിൽ ബന്ധിക്കുന്നതിനും വേണ്ടി അയക്കപ്പെട്ട ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ചെയ്ത ബയ്യത്ത് യഥാവിധി നിറവേറ്റുന്നവരാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അള്ളാഹു ഈ റമദാനിലും തുടർന്നും എപ്പോഴും ഖുർആനിക അധ്യാപനങ്ങളിൽ നിന്ന് പ്രയോജനമെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ദുആകളിൽ ഫലസ്തീനികളെയും ഓർക്കുക. യുദ്ധത്തിനു പുറമെ പട്ടിണിയും രോഗങ്ങളും കാരണവും ഇപ്പോൾ കുട്ടികളുടെയും നിരപരാധികളുടെയും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UN സ്ഥാപനങ്ങളും ഇത് മനുഷ്യനിർമ്മിത പട്ടിണിയും പരിവട്ടവുമാണെന്ന്, ഈ ആപത്തുകൾ ഇസ്രായേൽ സർക്കാരിന്റെ കാഠിന്യവും ദുശാഠ്യവും മുഖേന ഉണ്ടായതാണെന്നും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വഴികൾ തുറക്കുകയും സഹായം വേഗം എത്തിപ്പെടുകയുമാണെങ്കിൽ ഇപ്പോഴും അവസ്ഥകൾ മെച്ചപ്പെടുന്നതാണ്. അതേപോലെ സുഡാനിലെ ജനങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹുവിയുടെ നേതാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും വിവേകം നൽകുമാറാകട്ടെ. അവിടെയും ജനങ്ങൾ പട്ടിണിയും രോഗവും കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ജനങ്ങൾ തന്നെ തങ്ങളുടെ നാട്ടുകാർക്കുമേൽ ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഭൗതികേച്ഛയും വിശുദ്ധ ഖുർആനിക അധ്യാപനങ്ങൾ വിസ്മരിച്ചതും
അള്ളാഹുവിനാൽ ഈ കാലഘട്ടത്തിൽ നിയോഗിതനായ വ്യക്തിയെ നിരാകരിച്ചതും കൊണ്ടാണ്. മറ്റു പല രാജ്യങ്ങളിലും വളരെ സങ്കടകരമായ അവസ്ഥയാണുള്ളത്. ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ പരസ്പരം പോരടിക്കുന്നു. അള്ളാഹു അവരോട് കരുചുരിയുമാറാകട്ടെ. പാകിസ്ഥാനിലെയും യമനിലെയും നമ്മുടെ അഹമ്മദി തടവുകാർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. പാകിസ്ഥാനിലെ പൊതുവായ അവസ്ഥയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അഹമ്മദികളെ സംരക്ഷിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഏതാനും ജനാസ ഗായിബ് നമസ്കാരങ്ങളും അനുഷ്ഠിക്കുന്നതാണ്. അവരെക്കുറിച്ചും അനുസ്മരിക്കാം. ആദ്യത്തേത് ഡോക്ടർ സഹീറുദ്ദീൻ മൻസൂർ സാഹിബിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം സാഹിബ്സാദി അമത്തുർ റഷീദ് ബേഗമിൻ്റെയും മിയ അബ്ദുറഹീം അഹമ്മദ് സാഹിബിൻ്റെയും മകനായിരുന്നു. മാതാവിൻ്റെ കുടുംബം ഹദ്രത്ത് മസീഹ് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്. ഖലീഫത്തുൽ മസീഹ് അവൽ ഹദ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹുവിൻ്റെ പ്രപൗത്രനും ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹുവിൻ്റെ ദൗഹിത്രനുമാണ്. പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാത്തു ഇസ്ലാമിൻ്റെ സഹാബി ഹദ്രത്ത് പ്രൊഫസർ അലി അഹമ്മദ് സാഹിബിൻ്റെ പൗത്രനുമാണ്. ഇദ്ദേഹം മെഡിക്കൽ ഡിഗ്രി എടുത്ത ശേഷം സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായി. പിന്നെ റബുവയിൽ സ്വന്തം ക്ലിനിക്ക് തുറന്നു. പരിസര പ്രദേശത്തുള്ള ഒരുപാട് ദരിദ്രരായ ജനങ്ങളെ നല്ലപോലെ സേവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ നിന്ന് ജനങ്ങൾ ഒരുപാട് ഫലമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുദ്ദാമുൽ അഹമ്മദിയയിലും അൻസാറുള്ളയിലും മുഹത്തമിം ഖായിദ് തുടങ്ങിയ നിലകളിൽ സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ പോയതു മുതൽ അവിടെ തലീമുൽ ഖുർആൻ നാഷണൽ സെക്രട്ടറിയായി സേവനം ചെയ്തിരുന്നു. ഖിലാഫത്തുമായി അനുപമമായ ബന്ധമായിരുന്നു. അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഞാനുമായി വളരെ അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു. ഖിലാഫത്തിൽ വന്നതിന് ശേഷവും അത് പ്രകടിപ്പിച്ചിരുന്നു. എപ്പോഴും ദുആക്ക് വേണ്ടി എഴുതിയിരുന്നു. എല്ലാ കാര്യങ്ങളിലും ദുആക്ക് വേണ്ടി പറഞ്ഞിരുന്നു. താലീമുൽ ഖുർആൻ വകുപ്പിനു വേണ്ടി അദ്ദേഹം വളരെയേറെ അധ്വാനത്തോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ റിസ്വാന സാഹിബ പറയുന്നു, വിശുദ്ധ ഖുർആനോട് വളരെയേറെ സ്നേഹമായിരുന്നു. തിലാവത്തിന് പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. കാറിലും യാത്രാവേളയിലും സ്വയം തിലാവത്ത് ചെയ്യുകയോ കുട്ടികളെ കൊണ്ട് തിലാവത്ത് ചെയ്യിക്കുകയോ ചെയ്തിരുന്നു. തിരുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. മകൾ സൽമാന പറയുന്നു, വിവാഹത്തിന് ശേഷവും അദ്ദേഹം ഫോൺ മുഖേന ഖുർആൻ തർജ്ജമ പഠിപ്പിക്കുകയും അവധിക്കാലങ്ങളിൽ തൻ്റെ പേരമക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. വലുതോ ചെറുതോ ആയ എന്ത് തെറ്റ് അദ്ദേഹത്തിന് വന്നാലും ഉടൻ തന്നെ മാപ്പ് ചോദിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയുമായിരുന്നു. നവ അഹമ്മദികളെയും തൻ്റെ സന്തോഷങ്ങളിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി മക്കളെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജാമാതാവ് മിർസ നബീൽ അഹമ്മദ് പറയുന്നു, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ജമാഅത്തായ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത പുലർത്തുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഞങ്ങളെ ഈ കാര്യങ്ങളിൽ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. കോവിഡ് സമയത്ത് വീട്ടിലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ കാലത്തിന്റെ ഖലീഫയ്ക്ക് കത്തെഴുതാൻ ഉപദേശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ മുഫ്ലിഹ എഴുതുന്നു, എപ്പോഴും സദ്ഭാവന വെച്ച് പുലർത്തേണ്ടതാണ്. അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ജനങ്ങളെപ്പറ്റി സദ്ഭാവന വയ്ക്കുകയും വിനയം പ്രകടിപ്പിക്കുകയും തെറ്റുകൾ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകളും അദ്ദേഹത്തിന്റെ ഈ സവിശേഷതകൾ അനുസ്മരിച്ചുകൊണ്ട് എഴുതുന്നു, അനുശോചനത്തിന് വന്ന എല്ലാവരും അദ്ദേഹം മൃദുഭാഷിയും വളരെ ഔദാര്യവാനുമാണെന്ന് പറയുന്നു. മുറബി ഫർഹാദ് അനാ സാഹിബ് പറയുന്നു, 15-ാമത്തെ വയസ്സു മുതൽ അദ്ദേഹവുമായി എനിക്ക് ബന്ധമുണ്ട്. അദ്ദേഹം എന്നെ ജമാഅത്തുമായി ബന്ധിക്കുകയും ചെയ്തു. മറിച്ച് അദ്ദേഹം കാരണമാണ് ഞാൻ വഖഫ് ചെയ്തത്. ചൗധരി വസീം അഹമ്മദ് സാഹിബ് പറയുന്നു, ഒരിക്കൽ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല 1974 ഒരു പ്രൊജക്ട് വർക്ക് ഞങ്ങൾക്ക് തരികയുണ്ടായി. ഇദ്ദേഹം വളരെ കഠിനാധ്വാനത്തോടും വിനയപൂർവ്വവും ജോലി നിർവഹിച്ചു കൊണ്ടിരുന്നു. പലപ്പോഴും രാത്രി മുഴുവനും ജോലിയിൽ മുഴുകുമായിരുന്നു. രോഗികളെ വളരെ നല്ലപോലെ സേവിക്കുകയും അവരെ ശ്രദ്ധിക്കുകയും തൻ്റെ കീശയിൽ നിന്ന് അവർക്ക് വേണ്ടി ചികിത്സയ്ക്ക് പുറമെ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി പൈസ നൽകുകയും ചെയ്തിരുന്നു.
ദരിദ്രരായ ആളുകളെ സംരക്ഷിക്കാനും അതിഥിസൽക്കാരത്തിനും പ്രത്യേക താല്പര്യമായിരുന്നു. ഇദ്ദേഹം എൻ്റെ എളാമയുടെ മകനും കൂടിയാണ്. ഞാനും അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ജലസയുടെ ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെയായിരുന്നു. മക്കളിലും ആ നന്മകളുടെ പ്രഭാവമാണ് ഉണ്ടായിരുന്നത്. അതിഥി സൽക്കാരം അവരുടെ സവിശേഷ സ്വഭാവമായിരുന്നു. ജലസയുടെ ദിവസങ്ങളിൽ വീട് കാലിയാക്കി കൊടുക്കുകയും സ്വയം പുറത്ത് ടെന്റുകളിൽ താമസിക്കുകയും മുഴുവൻ വീടും അതിഥികളെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തിരുന്നു. ഈ നന്മയുടെ പ്രകൃതമാണ് അദ്ദേഹത്തിനും കിട്ടിയത്. അടുത്ത അനുസ്മരണം സിറിയക്കാരനായ ഹസൻ ആബ്ദീൻ ആഗാ സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം കാനഡയിലായിരുന്നു. കഴിഞ്ഞ ദിവസം 80-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഖാദർ ആബ്ദീൻ എഴുതുന്നു, ഞങ്ങളുടെ പിതാവ് ഒരു സുന്നി കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നെ ഷിയ വിഭാഗക്കാരനായി മാറി. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ബഷീർ ആബ്ദീൻ സാഹിബ് MTA മുഖേന ജമാഅത്തിനെ സംബന്ധിച്ച് അറിയാനിടയായി. വിവിധ കാര്യങ്ങളിൽ ജമാഅത്തിന്റെ തഫ്സീറുകളിലും വിശദീകരണങ്ങളിലും ആകൃഷ്ടനായി അഹമ്മദിയത്തിന്റെ സത്യം അംഗീകരിക്കുകയും പിന്നെ വീട്ടിൽ സംസാരം തുടങ്ങുകയും ചെയ്തു. 2 മാസം എനിക്കും എൻ്റെ പിതാവിനും എൻ്റെ സഹോദരനുമിടയിൽ ചർച്ച നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തൃപ്തിയാവുകയും ബയ്യത്ത് ഫോറം പൂരിപ്പിക്കുകയും ചെയ്തു. എൻ്റെ പിതാവിന് സഹോദരിമാർക്ക് മേലും നല്ല സ്വാധീനമായിരുന്നു. അങ്ങനെ അവരും അഹമ്മദിയത്ത് സ്വീകരിച്ചു. മുഴുവൻ കുടുംബവും അഹമ്മദികളായി. തുടർന്ന് അവരുടെ വീട് അഹമ്മദിയ കേന്ദ്രമായി മാറി. അവിടെ തബ്ലീഗും നമസ്കാരവും ജുമായും തുടങ്ങി. സിറിയയിലെ സദർ ജമാഅത്ത് എന്ന നിലയ്ക്ക് ഹലബ് ജമാഅത്തിൽ സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. തഹജ്ജുദ് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നയാളും ജമാഅത്തി ഗ്രന്ഥങ്ങൾ കൃത്യമായി പാരായണം ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. നല്ല സ്വഭാവത്തിനുടമയുമായിരുന്നു. ഖിലാഫത്തുമായി വലിയ സ്നേഹബന്ധവും ഉണ്ടായിരുന്നു. മുബല്ലിഗുമാരെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ലളിതമായ ജീവിതം നയിക്കുകയും നല്ലപോലെ അതിഥിസൽക്കാരം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുബൈദ സാഹിബ പറയുന്നു, അദ്ദേഹം നല്ല സ്വഭാവത്തിനുടമയും വളരെ നല്ല ഭർത്താവുമായിരുന്നു. വീട്ടിൽ എൻ്റെ ജോലികളിൽ സഹായിച്ചിരുന്നു. എൻ്റെ സഹോദരി സഹോദരന്മാരോടും ബന്ധുക്കളോടും നല്ല സ്നേഹബന്ധമായിരുന്നു. സത്യം പറയാനും വിശ്വസ്തരായ ആളുകളുമായി സ്നേഹം പുലർത്താനും അതിഥി സൽക്കാരത്തിനും മക്കളെ ഉപദേശിച്ചിരുന്നു. കൃത്യമായി തഹജ്ജുദ് അനുഷ്ഠിക്കുമായിരുന്നു. ചന്തകൾ കൊടുക്കുന്നതിൽ എപ്പോഴും ശുഷ്കാന്തി പുലർത്തിയിരുന്നു. ഒരു പൗത്രൻ ജാമിയയിൽ പഠിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ പിതാമഹൻ വളരെ വിനയാന്വിതനും ക്ഷമാശീലനും ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിന് തഹജ്ജുദിലുള്ള കൃത്യനിഷ്ഠയും കണ്ടിട്ടുണ്ട്. കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുകയും എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കുകയും ചെയ്തിരുന്നു. പുറത്തു കൊടുക്കുക എന്ന സവിശേഷ ഗുണവും ഉണ്ടായിരുന്നു. മുറബി മുസ്ലിഹ് ഷമൂർ സാഹിബ് പറയുന്നു, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ശീലം വളരെ പ്രകടമായിരുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ആരോടും സഹായം ചോദിച്ചിരുന്നില്ല. മറിച്ച് കയ്യിൽ കുറഞ്ഞ പൈസയാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും ചന്ത കൊടുക്കുമായിരുന്നു. ആരുടെയും ആശ്രിതനാവാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്തെങ്കിലും സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങാനുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുതരാമെന്ന് പലതവണ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും തണുപ്പ് കാലത്ത് പോലും അദ്ദേഹം നടന്നു പോകുമായിരുന്നു. മാത്രമല്ല, അവസാന നാളുകളിൽ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും തണുപ്പിലും അദ്ദേഹം നടന്നു പോകുന്നതായി കണ്ടിട്ടുണ്ട്. ആർക്കും ഭാരമാകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഹാഫിസ് അബ്ദുൽ വഹീദ് ഭട്ടി സാഹിബ് പറയുന്നു, ഹസൻ ആബ്ദീൻ സാഹിബിന്റെ വ്യക്തിത്വം എനിക്കെപ്പോഴും ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഇൽഹാം യദ്ഊനലക സുലഹാഉൽ അറബി വ അബ്ദാലു ഷാം എന്നതിന്റെ പുലർച്ചയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുമ്പോൾ അദ്ദേഹം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങൾ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ നാട്ടുകാരനാണെന്നും പറയുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ പരാമർശം വരുമ്പോൾ അനിയന്ത്രിതമായി കൂടെ കൂടെ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ആവർത്തിച്ചിരുന്നു. മാത്രമല്ല, നിറകണ്ണുകളുമായി ഇങ്ങനെയും പറഞ്ഞിരുന്നു, എല്ലാ ഭാഗത്തും പുക പരന്നിരിക്കുകയാണ്. ഇക്കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്. ഖിലാഫത്തിനോട് അനിതര സാധാരണമായ സ്നേഹമുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ.
അടുത്ത അനുസ്മരണം ഉസ്മാൻ ഹുസൈൻ മുഹമ്മദ് ഖൈർ സാഹിബിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം 60-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇദ്ദേഹം സൗദി അറേബ്യയിലാണ് താമസിച്ചിരുന്നത്. 2007 അവിടെ MTA മുഖേന ജമാഅത്തിനെ പരിചയപ്പെടുകയും പിന്നെ ബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. സുഡാൻ നിവാസിയായിരുന്നു. പിന്നെ സുഡാനിലേക്ക് തിരിച്ചു വരികയും വീട്ടിൽ ഡിഷ് വയ്ക്കുകയും തൻ്റെ കുടുംബത്തിനും സഹോദരന്മാർക്കും തബ്ലീഗ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവരും, അതായത് 3 സഹോദരന്മാരും 1 സഹോദരിയും ഭാര്യയും മക്കളും അഹമ്മദികളായി. ആദ്യം അദ്ദേഹത്തിന് ബയ്യത്ത് സ്വീകരിച്ചതിനെ സംബന്ധിച്ച് മറുപടി കിട്ടാതായപ്പോൾ സഹോദരന്മാരോടൊപ്പം വീണ്ടും ബയ്യത്ത് ചെയ്തുകൊണ്ടുള്ള കത്തയച്ചു. അതിനുള്ള മറുപടി കിട്ടിയപ്പോഴാണ് തൃപ്തിയായത്. സുഡാനിൽ അദ്ദേഹത്തിന്റെ വീട് തന്നെയായിരുന്നു ജമാഅത്തി സെന്റർ. അവിടെ ജുമായും MTA കാണുന്നതും തഫ്സീർ കബീറിന്റെ ദർസുകളും നടന്നിരുന്നു. ജമാഅത്തിനു വേണ്ടി ചെലവഴിക്കുന്നതിൽ വലിയ ഷാഠ്യം കാണിച്ചിരുന്നു. അഹമ്മദികൾ വരുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. ഒരിക്കലും അദ്ദേഹം ഒരാവശ്യത്തിനു വേണ്ടിയും ജമാഅത്തിനോട് ചെലവ് ആവശ്യപ്പെട്ടില്ല. സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചിരുന്നു. ജമാഅത്തിൽ ഒരു സ്ഥാനവും സ്വീകരിച്ചതുമില്ല. ഇന്ന ജോലി അല്ലെങ്കിൽ സ്ഥാനം താങ്കൾ വഹിക്കണമെന്ന് പറഞ്ഞാൽ അത് യുവാക്കൾക്ക് കൊടുക്കുക, അവർ നന്നായി പഠിക്കട്ടെ എന്ന് പറയുമായിരുന്നു. മർഹൂമിന്റെ ഭാര്യ മക്കളും അദ്ദേഹത്തെ പോലെ തന്നെ സേവനം ചെയ്യുന്നവരാണ്. ഒരു മകൾ ഡോക്ടറാണ്. മകൻ ഫൈനാൻസ് വിഭാഗത്തിൽ ഡ്യൂട്ടി ചെയ്യുന്നു. ഇതുവരെയും അദ്ദേഹത്തിന്റെ വീടാണ് ജമാഅത്തി കേന്ദ്രമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നാട്ടിലെ ആഭ്യന്തര കലഹം കാരണം വിവിധ നാടുകളിലേക്ക് പോയിരിക്കുന്നു. അവരുമായി ബന്ധങ്ങളും മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ അവരുടെ അവസ്ഥകൾ നന്നാകുന്നതിനും വീണ്ടും ജമാഅത്തുമായി ഒന്നിച്ചുകൂടാൻ കഴിയുന്നതിനും ദുആ ചെയ്യുക. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 ആൺമക്കളും പെൺമക്കളുമുണ്ട്. അടുത്തത് മുഹമ്മദ് സുഹ്റാബി സാഹിബ് ഓഫ് അൾജീരിയയുടേതാണ്. കഴിഞ്ഞ ദിവസം 48-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സദർ ജമാഅത്ത് എഴുതുന്നു, മർഹൂം ക്യാൻസർ രോഗിയായിരുന്നു. ജമാഅത്തിനോട് നല്ല സ്നേഹം വെച്ചു പുലർത്തിയിരുന്നു. അതിഥി സൽക്കാര പ്രിയനും ഖിലാഫത്തിന്റെ അനുസാരിയും ആയിരുന്നു. സൈന്യത്തിലായിരുന്നു ജോലി. സുഹൃത്തുക്കൾ വീട്ടിൽ വരുന്നതിൽ വളരെ സന്തോഷവാനായിരുന്നു. ദാരിദ്ര്യമായിരുന്നെങ്കിലും നല്ലപോലെ അതിഥി സൽക്കാരം ചെയ്തിരുന്നു. കോടതി വ്യവഹാരങ്ങളിലും അകപ്പെട്ടിരുന്നു. അദ്ദേഹത്തോട് ജഡ്ജ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരനെ പിന്തുടരാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അൾജീരിയക്കാരൻ എന്തിനാണ് ഒരു ഇന്ത്യക്കാരനെ ഭയപ്പെടുന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയുണ്ടായി. അതായത് ഹദ്റത്ത് ഇമാം മഹ്ദി അലി ഇസ്ലാമിനെ മോശമായിട്ടാണ് ഗണിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ഇത്രമാത്രം ഭയപ്പെടേണ്ട കാര്യം എന്താണ്? ഇതാണ് ഇന്നത്തെ മുല്ലാക്കളുടെയും അവസ്ഥ. അവർക്ക് ഭയമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ അനുമതി നൽകാത്തത്? തബ്ലീഗിൽ എന്തിനാണ് തടസ്സമുണ്ടാക്കുന്നത്? അവർക്ക് ഭയമാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം സത്യമായതുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ജമാഅത്തിനും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും മേൽ കളവും തെറ്റായ കാര്യങ്ങളും ആരോപിക്കുന്നു. ഖിലാഫത്തുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെപ്പറ്റി എഴുതുന്നു, അൾജീരിയയിൽ ചാരിറ്റി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യാൻ ഞാൻ പറയുകയുണ്ടായി. പലരും അങ്ങനെ ചെയ്യേണ്ട എന്ന ചിന്താഗതിക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലത്തിന്റെ ഖലീഫയുടെ കൽപ്പന വന്നിരിക്കുന്നു. ഇനി തർക്കങ്ങളെല്ലാം ഒഴിവാക്കുകയും പണിയെടുക്കുകയും ചെയ്യുക. തുടർന്ന് ജമാഅത്ത് സദറിനോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ മുന്നോട്ട് ഗമിക്കുവിൻ. അടുത്ത അനുസ്മരണം റബുവിയിലെ അബ്ദുൽ ഹക്ക് ബഡായിച്ച് സാഹിബിന്റെ മകൻ സയ്യിദ് അഹമ്മദ് ബഡായിച്ച് സാഹിബിൻ്റെതാണ്. ഇദ്ദേഹവും കഴിഞ്ഞ ദിവസം വഫാത്തായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമിന്റെ സഹാബിയായ പ്രപിതാമഹൻ മുഖേനയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് എത്തിയത്. നസാറത്ത് ഉമൂറെ ആമയുടെ റിപ്പോർട്ടിൽ പറയുന്നു, ഇദ്ദേഹത്തിന് മേൽ കേസുകളും ഉണ്ടായിരുന്നു. പ്രവാചക നിന്ദയുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയും കേസ് നടത്തുകയും ആദരപൂർവ്വം ജയിൽ മോചിതനാവുകയും ചെയ്തു. 3 വർഷവും 2 മാസവും കൽത്തുറുങ്കിൽ കഴിയാനുള്ള ഭാഗ്യം ലഭിച്ചു. പക്ഷേ ജയിൽ മോചിതനായ ശേഷവും കൊടിയ ശത്രുത കാരണം സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ റബുവിലേക്ക് താമസം മാറ്റുകയുണ്ടായി. അടുത്തത് ഷഹബാസ് ഗോന്ദൽ സാഹിബിന്റെ അനുസ്മരണമാണ്. ഇദ്ദേഹം റബുവിലെ അഹമ്മദ് ഖാൻ ഗോന്ദൽ സാഹിബിന്റെ മകനായിരുന്നു.
ഇപ്പോൾ ഹോളണ്ടിലാണ്. ഹോളണ്ടിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിതാമഹൻ ഖുഷി മുഹമ്മദ് സാഹിബ് ഓഫ് നവാബ് ഷാ മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. ഇദ്ദേഹം രണ്ടാം ഖിലാഫത്ത് കാലത്താണ് ബയ്യത്ത് ചെയ്തത്. പരേതിന് 1992 ദൈവമാർഗത്തിലെ തടവുകാരൻ ആകാനുള്ള സൗഭാഗ്യവും ലഭിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും പ്രവാചക നിന്ദയുടെയും തബ്ലീഗിന്റെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. 10 വർഷത്തോളം കേസ് തുടർന്നുപോയി. 2-3 മാസം ജയിലിൽ കഴിയാനും പിന്നീട് ജാമ്യം ലഭിക്കുകയുമുണ്ടായി. കേസ് 10 വർഷം തുടരുകയുണ്ടായി. 5 നേരം നമസ്കാരത്തിലും തഹജ്ജുദിലും കൃത്യനിഷ്ഠ പുലർത്തിയിരുന്നു. ജമാഅത്തി ജോലികളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. എന്ത് ജോലി ഏൽപ്പിച്ചാലും സന്തോഷപൂർവ്വം നിർവഹിക്കുമായിരുന്നു. അള്ളാഹു മർഹൂമിനോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഈ എല്ലാവരുടെയും ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.